റൂമറുകൾ സത്യമായി. RCBക്കും രാജസ്ഥാൻ റോയൽസിനും ഇനി പുതിയ ഉടമകൾ. BCCIയുടെ ഇമ്പാക്ട് പ്ലെയർ റൂളിനെ എതിർത്ത് ക്യാപ്റ്റന്മാർ. സീസണിന് മുന്നേ ഫ്രാഞ്ചൈസികൾക്ക് തലവേദനയായി പരിക്കും പിന്മാറ്റവും. IPLന്റെ 19ാം എഡിഷൻ കൊടിയേറാൻ ഇനി മണിക്കൂറുകൾ ബാക്കി. സീസണിലെ മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം. സീസണിന് മുന്നേ കേട്ട റൂമറുകൾ ഒടുവിൽ സത്യമായി. കോടിക്കിലുക്കത്തിൽ RCBക്കും രാജസ്ഥാൻ റോയൽസിനും ഇനി പുതിയ ഉടമകൾ. ആദിത്യ ബിർള ഗ്രൂപ്പ് നേതൃത്വം നൽകുന്ന കൺസോഷ്യമാണ് ഏകദേശം 16,660 കോടി രൂപ നൽകി യുണൈറ്റഡ് സ്പിരിറ്റ്സ് ലിമിറ്റഡിൽ നിന്ന് ബംഗളൂരുവിനെ സ്വന്തമാക്കിയത്. അതേസമയം അമേരിക്കൻ ബിസിനസ്സുകാരൻ കാൽ സൊമാനിയുടെ നേതൃത്വത്തിലുള്ള കൺസോഷ്യമാണ് രാജസ്ഥാന്റെ പുതിയ ഉടമകൾ. ഏകദേശം 15,290 കോടി രൂപയുടേതാണ് ഡീൽ. BCCIയുടെയും കോമ്പറ്റീഷൻ കമ്മീഷന്റെയും ക്ലിയറൻസ് ലഭിക്കുന്ന മുറയ്ക്ക് രണ്ട് ഫ്രാഞ്ചൈസികളുടെയും പ്രവർത്തനം പുതിയ ഉടമകൾ ഏറ്റെടുക്കും. പുത്തൻ സീസൺ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായി ടീമുകൾക്ക് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് BCCI. മത്സര ദിവസം ടീമുകൾക്ക് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് സെഷൻ അനുവദിക്കില്ല എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. മത്സരത്തിനായി പിച്ചിനെ സംരക്ഷിക്കാനും താരങ്ങൾക്ക് മതിയായ വിശ്രമം ഉറപ്പാക്കാനുമാണ് ഈ നീക്കം. പരിശീലനത്തിനായി പ്രത്യേക മേഖലയിൽ ടീമുകൾക്ക് 2 നെറ്റുകളും റേഞ്ച് ഹീറ്റിംഗിനായി ഒരു സൈഡ് വിക്കറ്റുമാണ് അനുവദിക്കുക. ഓപ്പൺ നെറ്റ്സ് ഉണ്ടായിരിക്കുന്നതല്ല. 2 ടീമുകൾ ഒരുമിച്ച് പരിശീലനം നടത്തുകയാണെങ്കിൽ ഒരു ടീം ആദ്യ പരിശീലനം നടത്തി മടങ്ങിയാലും ആ വിക്കറ്റുകൾ എതിർ ടീമിന് ഉപയോഗിക്കാനാകില്ല. ഇതോടൊപ്പം മത്സര ദിവസം ടീമുകൾക്ക് താരങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടത്താനും അനുവാദമുണ്ടായിരിക്കില്ല. പ്രൊഫഷണലിസവും താരങ്ങളുടെ അച്ചടക്കവും ഉറപ്പാക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങളുണ്ട്. മത്സരത്തിന്റെ ഭാഗമായ പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ സമയത്ത് താരങ്ങൾ സ്ലീവ്ലെസ് ജേഴ്സികളോ ചപ്പലുകളോ ധരിക്കുന്നതിന് വിലക്കുണ്ട്. ടീമിന്റെ ഔദ്യോഗിക ജേഴ്സിയും ഷൂസും തന്നെ ഈ അവസരങ്ങളിൽ ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം. താരങ്ങൾ പരിശീലനത്തിനും മത്സരത്തിനുമായി ടീം ബസ്സിൽ തന്നെ യാത്ര ചെയ്യണം. താരങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ പരിശീലന വേളകളിൽ ഡ്രസ്സിംഗ് റൂമിലോ മൈതാനത്തോ പ്രവേശനം ഉണ്ടായിരിക്കില്ല. ടീമിന്റെ ഹോസ്പിറ്റാലിറ്റി ഏരിയയിൽ ഇവർക്ക് തുടരാം. ഓറഞ്ച് പർപ്പിൾ ക്യാപ്പ് ജേതാക്കൾ മത്സരത്തിന്റെ ആദ്യ 2 ഓവറുകളിലെങ്കിലും അതത് ക്യാപ്പുകൾ ധരിക്കണമെന്നും മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു. സീസൺ ആരംഭിക്കുമ്പോൾ 10 ടീമുകളെയും നയിക്കുന്നത് ഇന്ത്യക്കാരായ ക്യാപ്റ്റന്മാരാണെന്ന അപൂർവത കൂടി ഇത്തവണയുണ്ട്. സൺറൈസേഴ്സ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിന് പരിക്ക് മൂലം സീസണിലെ ആദ്യഘട്ട മത്സരങ്ങൾ നഷ്ടമാകുന്നതിനാൽ ഇഷാൻ കിഷനാകും അവരെ നയിക്കുക. സീസണിന് തൊട്ടു മുമ്പായി നടക്കുന്ന ക്യാപ്റ്റന്മാരുടെ കൂടിക്കാഴ്ചയിൽ ഒറ്റക്കെട്ടായ ഇമ്പാക്ട് പ്ലെയർ റൂളിനെ എതിർത്തെന്നാണ് റിപ്പോർട്ട്. ഓൾറൗണ്ടർമാരുടെ പ്രാധാന്യം മത്സരത്തിൽ നഷ്ടപ്പെടുന്നു എന്നതാണ് ചൂണ്ടിക്കാട്ടുന്ന പ്രധാന പ്രശ്നം. രോഹിത് ശർമ്മ, അക്സർ പട്ടേൽ ഉൾപ്പെടെയുള്ളവർ നിയമത്തെ പരസ്യമായി എതിർത്തിരുന്നു. ഫ്രാഞ്ചൈസികളുടെ കടുത്ത വിയോജിപ്പുണ്ടെങ്കിലും 2027 സീസൺ വരെ നിയമം തുടരാനാണ് BCCIയുടെ തീരുമാനമെന്ന് സൂചനയുണ്ട്. പ്രധാന താരങ്ങളുടെ പരിക്കും പിന്മാറ്റവും സീസൺ തുടങ്ങുന്നതിന് മുമ്പേ ടീമുകൾക്ക് തലവേദനയാകുകയാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് താരങ്ങളുടെ പരിക്കിൽ വലയുന്ന ടീം. ആകാശ്ദീപ്, ഹർഷിത് റാണ, പതിരാന എന്നിവരെ അവർക്ക് സീസണിൽ നഷ്ടമാകും. പകരക്കാരായി സൗരവ് ദുബെയും നവദീപ് സൈനിയും ടീമിന്റെ ഭാഗമാകും. പതിരാന സീസൺ അവസാനമെങ്കിലും തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയുണ്ട്. ലോകകപ്പ് സെമിഫൈനലിടെ പരിക്കേറ്റ സാം കറനെ രാജസ്ഥാൻ നഷ്ടമാകും. പകരം പാക് സൂപ്പർ ലീഗിൽ നിന്ന് പിന്മാറിയ ദസുൻ ഷനക ടീമിനൊപ്പം ചെയ്യും. ഹേസൽവുഡിന് RCBക്ക് സീസണിന്റെ ആദ്യഘട്ടത്തിൽ മിസ്സാകും. ഹാംസ്ട്രിംഗ് ഇഞ്ചുറി കാരണം നഥാൻ എല്ലിസ് ചെന്നൈക്കായി ഈ സീസണിൽ കളിക്കില്ല. സ്പെൻസർ ജോൺസൺ പകരക്കാരനാകും. മിച്ചൽ സ്റ്റാർക്ക് ഡൽഹിക്കായി ഇറങ്ങാൻ വൈകുമെന്നും സൂചനയുണ്ട്. വ്യക്തിപരമായ കാരണങ്ങളാൽ ടൂർണമെന്റിൽ നിന്ന് മാറി നിൽക്കുന്ന താരങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട്. ഇംഗ്ലീഷ് താരം ബെൻ ഡക്കറ്റിന്റെ അവസാന നിമിഷത്തെ പിന്മാറ്റം ഡൽഹി ക്യാമ്പിനെ ഞെട്ടിച്ചതാണ്. താരത്തിനെ വരുന്ന സീസണുകളിൽ IPLൽ നിന്ന് വിലക്കിയേക്കും. ലക്നൌ താരം ജോഷ് ഇംഗ്ലിഷ് വിവാഹ ചടങ്ങ് കാരണം ടൂർണമെന്റിന്റെ ആദ്യഘട്ടത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. പഞ്ചാബ് താരം ലോക്കി ഫെർഗൂസനും സീസണിന്റെ ഭൂരിഭാഗവും ടീമിനൊപ്പം ഉണ്ടാകില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. യാഷ് ദയാൽ ടൂർണമെന്റിന്റെ ഭാഗമാകില്ലെന്ന് RCBയും വ്യക്തമാക്കിയിട്ടുണ്ട്. കൊടിയേറ്റത്തിന് മുമ്പേ ചർച്ചയാകുന്ന ഒരു IPL സീസണാണ് വരുന്നത്. വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും അപ്പുറം ഒരുപാട് എക്സൈറ്റ്മെന്റ് കാത്തിരിപ്പുണ്ട്. ധോണിയുടെ അവസാന സീസൺ ആകുമോ? സഞ്ജു ചെന്നൈയിലെ ആദ്യ സീസൺ അടിപൊളിയാക്കുമോ? ശ്രേയസ് വമ്പൻ തിരിച്ചുവരവ് നടത്തുമോ? മുംബൈ ചാമ്പ്യൻ മെന്റാലിറ്റിയിലേക്ക് തിരിച്ചു വരുമോ? കോഹ്ലി കളറാക്കുമോ? അങ്ങനെ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഉത്തരമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി.